ഹലോ നമസ്കാരം എല്ലാവർക്കും. ഇന്നേ നമുക്കൊരു അടിപൊളി ഐറ്റമാണേ, ഒരു കടലക്കറിയാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം അപ്പമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അപ്പത്തിനോട് നമുക്ക് കഴിക്കാൻ പറ്റിയ, ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ, കടലക്കറി. നല്ല തേങ്ങ അരച്ചൊക്കെ വെച്ചുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ മറക്കല്ലോ കേട്ടോ. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിലും ഷെഫ് സജിൻ എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനലോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഓണിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, തക്കാളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് അതും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഗാർലിക് എടുത്ത് വെച്ചിട്ടുണ്ട്, ഗാർലിക്കും ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങാക്കൊത്ത് അടിയണം, നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് അരച്ച് ചേർക്കാനുള്ള തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കടല നല്ല ബോയിലായിട്ട് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കടല ബോയിൽ ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് മഞ്ഞൾ കൂടി ഇട്ട് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന കോക്കനട്ട് ഓയിലാണ്. ഇപ്പോൾ ഇതാ ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളി നന്നായിട്ട് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു. അതിൻ്റെ അകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് സോട്ടാവണം കേട്ടോ. നല്ലൊരു ഗോൾഡൻ ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇനിയിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറാകുന്നവരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് സോട്ടായിക്കോട്ടെ. അപ്പോൾ ഞാൻ 1 കിലോ കടല കറിയാട്ടോ വെക്കുന്നത്. 1 കിലോ കടല എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യമുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഏകദേശം എത്ര ഇടുന്നുണ്ടെന്ന് കണ്ടല്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറായിക്കോട്ടെ കേട്ടോ. അപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങാക്കൊത്തൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്ക് ഒണിയൻ ആഡ് ചെയ്ത് കൊടുക്കാവേ. ഞാനൊരു 3 ഒണിയൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ 3 ഒണിയൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് പച്ചമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ. പച്ചമുളക് ഇപ്പം സ്പൈസി കൂടുതലുള്ളവർക്ക് അത് കണക്കാക്കി ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 4 മുളക് എടുത്തിട്ടുണ്ട്. എരിവ് അധികം ഇല്ലാത്തൊരു മുളകാണ്. 4 മുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നന്നായിട്ടൊന്ന് സോട്ടായിക്കോട്ടെ കേട്ടോ. നന്നായിട്ട് സോട്ടായിക്കോട്ടെ. ഒത്തിരി അങ്ങോട്ട് ഗോൾഡൻ കളറാവുന്ന കണക്ക് സോട്ടാവണ്ട ഒണിയൻ. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് കഴുകി നല്ല അടിപൊളിയായിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ആഡ് ചെയ്യാം കേട്ടോ. മഞ്ഞൾപ്പൊടി അതൊരു ടേബിൾ സ്പൂൺ കണക്കാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി മതിയാവേ. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. എരിവുള്ളതും രണ്ടും കൂടെ മിക്സ് കേട്ടോ, കാശ്മീരി. പിന്നെ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, ഗരം മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പൊടിയും കൂടെ ആഡ് ചെയ്യാനുണ്ട്, പെരിഞ്ചീരപ്പൊടി ആഡ് ചെയ്യാനുണ്ട്. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഇട്ടാൽ മതി കേട്ടോ. അപ്പം നമുക്ക് മസാല ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാവേ. ആ മസാലയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാവേ. ചെറിയ തീയിൽ വേണം കേട്ടോ. എപ്പോഴും ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം നമ്മൾ മസാല സോട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കറി ഒന്നിനും കൊള്ളില്ല കേട്ടോ. മസാല ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുമ്പം ഫ്ലെയിം കുറച്ചിടണം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. ചൂടുവെള്ളമാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പം വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാവേ. ആ തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും, പെട്ടെന്നായി കിട്ടും കേട്ടോ. ഞാൻ ജസ്റ്റ് അല്ലാതെ തന്നെ സോട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന കടല അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാവേ. ഈ കടല ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മസാലയുടെ കൂടെ കടലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആകാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇനിയിപ്പോൾ കുറച്ചുകൂടെ ഗ്രേവി കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് തിളച്ച് കിട്ടണം. കറി നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അതിന് മുമ്പ് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാവേ. തേങ്ങ അരപ്പ് റെഡിയാക്കി എടുക്കാവേ. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം, ഒത്തിരി വെള്ളമായി കഴിഞ്ഞാൽ നന്നായിട്ട് പേസ്റ്റ് ആവില്ല കേട്ടോ. നല്ല ഫൈനായിട്ട് പേസ്റ്റാണ്. ഇനി ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ടുവാണെങ്കിൽ പേസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇടുന്നില്ല, പൊടി ഇടുക കേട്ടോ ചെയ്യുന്നത് ഞാൻ. അല്ലാതെ ഈ തേങ്ങയ്ക്കകത്ത് വേണമെങ്കിലും പെരിഞ്ചീരകം ഇട്ട് നമുക്ക് അരച്ചെടുത്ത് കഴിഞ്ഞാലും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കറിയെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി എൻ്റെ അകത്തോട്ട് തേങ്ങയുടെ അരപ്പിടാവേ. ഇനി ഇത് അരപ്പല്ല, നമുക്ക് തേങ്ങാപ്പാൽ വെച്ച് നമുക്ക് ഈ കടലക്കറി വെക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും അതുവേ. ഇത് വേറൊരു ടേസ്റ്റ്, അതും നല്ല ടേസ്റ്റ് തന്നെ.
അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇട്ട് കൊടുക്കാവേ. ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് നല്ല സെറ്റായിക്കോട്ടെ കറി കേട്ടോ. കണ്ടോ, കറിയാകുമ്പോൾ നമുക്ക് പുട്ടിനൊക്കെ കഴിക്കാൻ പറ്റിയ കടലക്കറി ഒത്തിരി ടൈറ്റായി പോകണ്ട, ഒത്തിരി തിക്നെസ് വേണ്ട കേട്ടോ. അപ്പോൾ അത് ഇച്ചിരി ലൂസായിട്ടുള്ള കടലക്കറി ആയിരിക്കും എപ്പോഴും പുട്ടിനൊക്കെ കഴിക്കാൻ നല്ലത് കേട്ടോ. പുട്ടിനാണേലും അപ്പത്തിനാണേലും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കുക ഇച്ചിരി ഗ്രേവി ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ആ ഒരു കണക്കിന് നമുക്ക് ഗ്രേവി തിക്നെസ് ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ പെരിഞ്ചീരപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലായിരുന്നോ? പെരിഞ്ചീരപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറിക്കകത്തോട്ട് താളിപ്പിട്ട് കൊടുക്കുക കേട്ടോ. അതിനായിട്ട് ഞാൻ ചെറിയ കടായി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കടായി ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാവേ. കടായി നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഞാൻ വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ചുവന്ന മുളകും കൂടെ കട്ട് ചെയ്ത് അതും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ താളിപ്പ് റെഡി ആയിട്ടുണ്ട്. കടലക്കറിയുടെ മുകളിലോട്ട് അത് ഒഴിച്ചു വിടാം കേട്ടോ. അപ്പം നമ്മുടെ കടലക്കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി കടലക്കറിയാണ്. ഈ രീതിയിൽ ചെയ്യുന്നവർ കാണും, ഇനി വേറെ രീതിയിൽ ചെയ്യുന്നവരൊക്കെ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. മിക്ക ആൾക്കാരും തന്നെ ഇങ്ങനെ ചെയ്യുന്നവർ കാണും. പിന്നെ ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചായിരിക്കും ചെയ്യുന്നത്. വറുത്തരപ്പിട്ട് ചെയ്യുന്നവരുണ്ട് കടലക്കറി. എല്ലാം ടേസ്റ്റ് തന്നെ. അപ്പോൾ ഇന്നത്തെ കടലക്കറി എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കറിയാണ്. അപ്പം ഇതുകൊണ്ടൊക്കെയുള്ള ഒരു കിടിലൻ റെസിപ്പിയുടെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ സജിൻ സൈനിങ് ഓഫ്. താങ്ക് യു.